നമസ്കാരം. പാറശാലയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ വൈരാഗ്യത്തിൽ യുവാവ് നടുറോഡിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പ്ലാമൂട്ടുകടയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്കായുള്ള ഫിറ്റ്നസ് സെന്ററിലെ പരിശീലകയായ ചെങ്കൽ മരിയാപുരം സ്മിതാലയം വീട്ടിൽ കാവ്യ എസ് കൃഷ്ണനാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായത്. 24 വയസ്സ് മാത്രമായിരുന്നു കാവ്യയുടെ പ്രായം. ഇന്നലെ രാവിലെ 9:30 ഫിറ്റ്നസ് സെന്ററിന് മുന്നിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. യുവതിയെ ആക്രമിച്ച ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതി പാറശാല കരുമാനൂർ കോട്ടവിളയിൽ അശ്വന്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. തലയിലും നെഞ്ചിലും മുഖത്തും ആഴത്തിൽ മുറിവേറ്റ കാവ്യയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഫിറ്റ്നസ് സെന്ററിലെ ആദ്യ ഷിഫ്റ്റിലെ പരിശീലനം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി താഴേക്കിറങ്ങിയപ്പോഴാണ് പുറത്തു കാത്തുനിന്ന അശ്വന്ത് കാവ്യയെ ആക്രമിച്ചത്. കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കാവ്യയുടെ തലയിലും നെഞ്ചിലും ഇയാൾ തുരുതുരാ കുത്തുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പ്രതിരോധിക്കാൻ പോലും കഴിയാതെ കാവ്യ റോഡിൽ ചോര വാർന്നു വീണു. തിരക്കേറിയ വഴിയിൽ പട്ടാപ്പകൽ നടന്ന ആക്രമണമായിരുന്നിട്ടും ആർക്കും അശ്വന്തിനെ തടയാനായില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സമീപത്തുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചിടക്കുന്ന കാവ്യയും അരികിൽ അവശനായിരിക്കുന്ന അശ്വന്തിനെയും കണ്ടത്. താൻ എലിവിഷം കഴിച്ചതായി അശ്വന്ത് നാട്ടുകാരോട് പറഞ്ഞു. ഇയാൾക്ക് സമീപത്തു നിന്നും എലിവിഷത്തിന്റെ കവറും പോലീസ് കണ്ടെടുത്തു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് കാവ്യ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. അശ്വന്തിനെ പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. തന്നോടുള്ള പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണമെന്ന് കാവ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രതി അശ്വന്ത് അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതരും അറിയിച്ചു. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പാറശാല പോലീസ് പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടാലുടനെ അറസ്റ്റ് രേഖപ്പെടുത്തും. കൃത്യമായ ആസൂത്രണത്തോടെയാണ് അശ്വന്ത് എത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫിറ്റ്നസ് സെന്ററിൽ ആളൊഴിയുന്ന സമയം നോക്കിയാണ് ഇയാൾ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. പട്ടാപ്പകൽ ആൾക്കൂട്ടത്തിന് നടുവിൽ ഇത്രയും ക്രൂരമായ ഒരു അതിക്രമം നടന്നിട്ടും അക്രമിയെ തടയാനോ യുവതിയെ രക്ഷിക്കാനോ ആരും മുതിർന്നില്ല എന്നതും സംഭവത്തിന്റെ നടുക്കം വർദ്ധിപ്പിക്കുന്നു. ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നിട്ടും അശ്വന്ത് കയ്യിൽ കരുതിയ മാരക ആയുധവുമായി നിൽക്കുന്നത് കണ്ട് ഭയന്നാണ് പലരും മാറി നിന്നത്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ നടന്ന ആക്രമണം ആയതിനാൽ ചുറ്റുമുള്ളവർക്ക് പ്രതികരിക്കാൻ പോലും സമയം ലഭിച്ചില്ല എന്നതും വസ്തുതയാണ്. നിസ്സഹായയായി കാവ്യ നിലവിളിച്ചിട്ടും ചോരയിൽ കുളിച്ച് റോഡിൽ വീണിട്ടും ഒരു നിമിഷം സ്തംഭിച്ചുപോയ ജനക്കൂട്ടം അക്രമം പൂർണ്ണമായും അവസാനിക്കുന്നത് വരെ നോക്കി നിൽക്കുകയായിരുന്നു. പ്രതിയെ കീഴ്പ്പെടുത്തുന്നതിനേക്കാൾ സ്വന്തം സുരക്ഷയെക്കുറിച്ച് ആളുകൾ ആശങ്കപ്പെട്ടതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതിക്ക് സഹായകരമായത്. കാവ്യയുടെ ശരീരത്തിൽ ആകമാനം കുത്തേറ്റിട്ടുണ്ട്. ഒടുവിൽ രാഷ്ട്രീയ പ്രവർത്തകർ ഓടിയെത്തിയപ്പോഴേക്കും അശ്വന്ത് സ്വയം എലിവിഷം കഴിച്ച് അവശ നിലയിലായിരുന്നു. നോക്കണം, നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടിയെ, കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ നടുറോഡിൽ വെച്ച് ആക്രമിക്കുന്നു. പ്രണയപ്പക എന്നാണ് ഇവരിതിന് ഓമനപ്പേരിട്ട് വിളിക്കുന്നത്. പ്രണയം നിരസിച്ചാൽ ഉടനെ ആക്രമിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രണയമുണ്ടാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തായാലും അശ്വന്ത് സ്വയം എലിവിഷം കഴിച്ച് അവശ നിലയിലായിരുന്നു. എന്തായാലും ആശുപത്രിയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ നിന്ന് വിട്ടാൽ ഉടനെ അറസ്റ്റ് ചെയ്യും. കാവ്യയുടെ നില മെച്ചപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.